ഹായ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ അടുത്ത 3 ദിവസത്തെയാണ് അല്ലേ. നവംബർ 12 വരെയുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 13, 14, 15 തീയതികളിലെ കുറച്ച് കറണ്ട് അഫയേഴ്സുകളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. 2024 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള ഒരു കണക്കാണ്. അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് എഴുതുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. ആ മേഖല ഉൾപ്പെടുത്തി ചോദിക്കാൻ പറ്റിയൊരു പോയിന്റാണ്. അതായത് 2024 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഇന്ത്യയുടെ കയറ്റുമതി നിരക്കിൽ 7.28% വർധനവ് രേഖപ്പെടുത്തി. എത്ര ശതമാനം? 7.28%. ഏത് മേഖലയിലാണ്? ഇന്ത്യയുടെ കയറ്റുമതി നിരക്കിൽ 7.28% വർധനവ് രേഖപ്പെടുത്തിയത്. അപ്പോൾ 2024 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ കയറ്റുമതി നിരക്കിൽ എത്ര ശതമാനം വർധനവുണ്ടായി? 7.28% വർധനവുണ്ടായത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രത്യക്ഷ നികുതി വരുമാനത്തിൻ്റെ വർധനവ് എന്ന് പറയുന്നത് 15.4%. ഈ കാലയളവിൽ തന്നെ 2024 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഇന്ത്യയുടെ പ്രത്യക്ഷ നികുതി വരുമാനത്തിൻ്റെ വർധനവ് എന്ന് പറയുന്നത് 15.4%. 15.4% വർധനം. അതിനകത്ത് തന്നെ കോർപ്പറേറ്റ് വ്യക്തിഗത നികുതി വരുമാന വർധനവ് എന്ന് പറയുന്നത് 21%. ഓക്കെ, കോർപ്പറേറ്റ് ഇൻകം ടാക്സിൻ്റെ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? 21%. ഓക്കെ, അല്ലാതെ പ്രത്യക്ഷ നികുതി വരുമാനം എന്ന് പറയുന്നത് 15.4%. ഇന്ത്യയുടെ പ്രത്യക്ഷ നികുതി വരുമാന വർധനവ് എത്രയാണ്? 15.4%. അതായത് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ. അതിൽ കോർപ്പറേറ്റ് വ്യക്തിഗത നികുതി വരുമാന വർധനവ് 21%. ഓക്കെ, അപ്പോൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്തിലൊക്കെ ചോദിക്കാൻ പറ്റിയ പോയിന്റുകളാണ്. നോട്ട് ചെയ്തോളാം. ഇനി നമുക്ക് നോക്കാം. നവംബർ 14 നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ശിശുദിനമാണ്. അതുപോലെ തന്നെ ലോക പ്രമേഹ ദിനവും നവംബർ 14. അപ്പോൾ ശിശുദിനവും ലോക പ്രമേഹ ദിനവും എന്നാണ്? നവംബർ 14. ഇനി നമുക്ക് നോക്കാം. നിലവിലെ RBI ഗവർണർ ശക്തികാന്ത ദാസ്. നിലവിലെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. നിലവിലെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ മന്ത്രിമാരെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പരിചയപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ന് നമുക്ക് RBI ഗവർണറെയാണ് പരിചയപ്പെടുന്നത്. ആരാണ്? ശക്തികാന്ത ദാസ്. 25ാമത് RBI ഗവർണറാണ് ആര്? ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ഇനി നമുക്കൊരു പുരസ്കാരത്തിലേക്ക് നോക്കാം. 2024 ബുക്കർ സമ്മാന ജേതാവാണ് സമന്ത ഹാർവി. ബ്രിട്ടീഷുകാരിയായ സമന്ത ഹാർവിയാണ് 2024 ബുക്കർ സമ്മാന ജേതാവ്. ഓർബിറ്റൽ എന്ന് പറയുന്ന സയൻസ് ഫിക്ഷനുള്ള കൃതിക്കാണ് ഏത് കിട്ടിയിരിക്കുന്നത്? ബുക്കർ സമ്മാന പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2024 ബുക്കർ സമ്മാന ജേതാവ് ആരാണ്? സമന്ത ഹാർവി. ബ്രിട്ടീഷുകാരിയായ സമന്ത ഹാർവിയാണ് 2024 ബുക്കർ സമ്മാന ജേതാവ്. ഇനി ഒരു പദ്ധതി നോക്കാം. കേരള നോളജ് ഇക്കണോമി മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടുള്ളൊരു പദ്ധതിയാണ് വിജ്ഞാന കേരളം. വിജ്ഞാന കേരളം. കേരള നോളജ് എക്കോണമി മിഷൻ അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ വേണ്ടി സർക്കാർ ആരംഭിച്ചൊരു സംഭവമാണ് കേരള നോളജ് ഇക്കണോമി മിഷൻ. നോളജ് എക്കോണമി മിഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് നടപ്പാക്കുന്ന, അതായത് തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് വിജ്ഞാന കേരളം. അതുപോലെ നവംബർ 15 ഒരു പ്രത്യേകതയാണ് ജൻജാതീയ ഗൗരവ് ദിവസ്. നമ്മുടെ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസമായിട്ട് സർക്കാർ ആചരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബിർസ മുണ്ട. നമ്മൾ കേട്ടുള്ള പേരാണ് അല്ലെ, ബിർസ മുണ്ട. പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് ആര്? ബിർസ മുണ്ട. ബിർസ മുണ്ടയുടെ 150ാമത് ജന്മവാർഷിക ദിനമാണ് ഈ നവംബർ 15 എന്തായിട്ട് ആചരിക്കുന്നത്? ജൻജാതീയ ഗൗരവ് ദിവസ് ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ആരുടെ ജന്മദിനമാണ് ജൻജാതീയ ഗൗരവ് ദിവസ്? ബിർസ മുണ്ട. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ബിർസ മുണ്ടയുടെ ജന്മദിനമാണ് ജൻജാതീയ ഗൗരവ് ദിവസമായിട്ട് നവംബർ 15 സർക്കാർ ആചരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നന്നായിട്ട് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. പിന്നെ ഗെയിൻ നോളജ് മിഷൻ്റെ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, 10 മുതൽ ഡിഗ്രി വരെയുള്ള ഏത് പരീക്ഷയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ഗെയിൻ നോളജ് മിഷൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.